Hallelujah. Stotram, 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 stotram. Hallelujah, hallelujah, hallelujah. Amen. Praise the Lord. സമയത്ത് എല്ലാവരും കടന്നു സ്വരത്തിൽ കുടുംബമായ സഹായിച്ച് പങ്കുകൊടുക്കായി നന്ദിയോട് സൂക്ഷിക്കുന്ന സ്തോത്രം പാലമാണിക്കൂടല്ല കർത്താവിന്റെ കരുതലും കാവൽ സൂക്ഷിപ്പുണ്ടായി നടത്തിയതായി നന്ദി പറയുന്നു. കണ്ണിനും കാലിനും വീശനും പ്രാണമനത്തിനും താങ്ങാമത്താമത്തങ്ങളും രോഗങ്ങൾ പറിച്ചത് എല്ലാം കർത്താവിൽ സന്തോഷിച്ചോടെ ഈ രാത്രിക്കാലം കുഞ്ഞുങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സുഹൃത്തിൽ വലിയ ദൈവം ഞങ്ങളെ സഹായിക്കും നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്തുതി പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. 12 മണിക്കൂർ കണ്ടെത്ര ആയിരങ്ങൾ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ രോഗികളായ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അനേകം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോൾ അനേകം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അനേക ഭാര്യ ഭർത്താക്കൾ നഷ്ടപ്പെട്ടപ്പോൾ അനേകം പ്രിയപ്പെട്ട കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ ഡൈവേഴ്സ് ആയപ്പോൾ അതിന്റെ മധ്യയെല്ലാം കർത്താവിന്റെ കരം കൂടി സഹായിച്ച് ഇത്രത്തോളം അവർക്ക് വഴി നടത്തിയ പങ്കുകൊടുക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. ആയുസോടെ ആരോഗ്യത്തിൽ ബലത്തോടെ ഈ രാത്രിക്കാരൻ അപ്പന്റെ പാദവത്തിലേക്ക് അടുത്തുള്ള സുഖത്തിൽ വലിയ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന അവൻ കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവ് എത്ര സൂചിച്ചാലും മതിവരില്ലാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് അനുഗ്രഹിക്കുന്ന അവൻ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. ഹോവാഴ്ത്തോ സർവാത്മ അന്തരീക്ഷത്തിൽ നാമത്തെ വാഴ്ത്തുവാൻ ഹോവാഴ്ത്തോ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. തിരുവനന്തപുരം വായിക്കുന്നവർ കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയുക. ഈ രാത്രിക്കാരൻ ഞങ്ങളെ കുടുംബമായി സഹായിക്കുന്ന വൻ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. രാത്രിക്കാരൻ പാടുക, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ശുശ്രൂഷ എല്ലാ അനുഗ്രഹമായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കരുത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കരുത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഈ രാത്രിക്കാലം കർത്താവെ അവിടുത്തെ പാതകളിലായിരിക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിലും വിടുതലായിത്തിലും കർത്താവടിയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളോട് നമുക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Ni
ഞാൻ അനുഭവിച്ചു, നീ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ആമേ രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും. ആമേ സന്ധ്യാസമയത്ത് ആമേ വചന ശുശ്രൂഷ നമ്മളെ സഹായിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തുതിയും സ്തോത്രം ചെയ്യുന്നു. സ്വർഗമങ്ങളുടെ സിംഹാസനവും ഭൂമി അവിടെ പാതകളുടെ അറിയില്ല. ഞങ്ങളുടെ പാതകൾക്ക് അപ്പാപ്പിതാവെ വിളിക്കുക. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോക്കുവാണെങ്കിൽ ജീവിതത്തിൽ നൽകുന്ന അവസരം കാണുന്നതിനോട് സ്തുതിയും സ്തോത്രം കർത്താവേ. സന്ധ്യാസമയത്ത് വചന ശുശ്രൂഷ ഏറ്റവും അനുയോജ്യമായിട്ടുക. സ്വർഗമേ അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കും. ശക്തമായ ദാസനെ അവിടുത്തെ കരങ്ങൾ ഉപയോഗിക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കും. രാത്രി കാലം ഒരു ഭാവിയെങ്കിലും കർത്താവിനെ അധികം കർത്താവിന് വേണ്ടി ജീവിപ്പം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകുക. ആമേ പിൻപാലത്തേക്ക് മടങ്ങി വരിക. കർത്താവെ അവിടുന്ന് ഇടയാക്കണം. അനേക പ്രിയപ്പെട്ട എൻ്റെ കർത്താവിനെ അത് രുചിച്ചറിയുക. കർത്താവെ രാത്രിക്കാലം അവിടുന്ന് ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. രാത്രിക്കാലത്ത് വചന ശുശ്രൂഷ അത് അനേകായിരം വിടുതലായി തീരുക, സന്തോഷമായി തീരുക, സൗഖ്യമായി തീരുക. കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ. രോഗക്കടത്തോട്ട് എഴുന്നേൽപ്പ ആമേ ബന്ധനമില്ലാത്ത വചനം കർത്താവ് ക്രിയ ചെയ്യുവാനാണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ആമേ ഓരോ ഉള്ളത്തിൽ ആവശ്യമായ ദൈവദൂതകൾ ദൈവാലോചന ഈ രാത്രിക്കാലം വിളമ്പുക. നിന്റെ ദാസന കരങ്ങൾ ഉപയോഗിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിദേശത്തും സ്വദേശത്തും ഞാൻ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് രാത്രിക്കാർ അവിടുത്തെ പാടുപെട്ടിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹം പ്രാപിപ്പാം, വിടുതൽ പ്രാപിപ്പാം. കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. അവർ സാഞ്ചലിക്കുമ്പോൾ ഞങ്ങൾ ഇടയാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥകനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നമ്മുടെ കരങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. പകലിൻ്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രയോ വലിയതാ. കാലുകല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ ദൈവം അവിടെയിടങ്ങളിലായിരുന്ന നമ്മെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിൻ്റെ കരുണയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വെളിച്ചമുള്ളെടുത്ത് ഇരുളിന് വസിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് പറഞ്ഞ കർത്താവ് ആമേൻ നമ്മോടൊപ്പമുള്ളത് കൊണ്ട് ഇരുളിനെ നമ്മെ പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. ആമേൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ഇസ്രായേൽ ജനത്തോട് കൂടെ ഇരുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇരു കരങ്ങളും തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇരുന്നവനും ഇരിക്കുന്നവനും അൽഫയും ഒമേഘയും ആദ്യനും അന്ത്യനും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പകലിൻ്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് അത്ഭുതകരമായ അതിശയകരമായി കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഈ പ്ലാറ്റ്ഫോമിലൂടെ സ്നേഹതീരം പ്രയർ സെൻറ്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ഇന്ന് രാത്രി പ്രഘോഷിപ്പാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പോഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ബിജു PR നായി സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ ദാസനെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്, ഏറെ കൃപ കൊണ്ട് നിറച്ചാട്ട്, ശാരീരികമായി മാനസികമായി ആത്മീകമായി എല്ലാ നിലയിലും ആമേൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, തൻ്റെ തലമുറയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, തൻ്റെ ജീവിത പങ്കാളിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശാരീരികമായി ആത്മീകമായി ഭൗതികമായി കർത്താവ് അധികം വിശാലതയിലേക്ക് ഈ ദിവസങ്ങളിൽ കൈപിടിച്ചുയർത്തണമേ. തൻ്റെ രഹസ്യവും പരസ്യവുമായി
പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും സ്വർഗം അവിടുന്ന് മറുപടി കൊടുത്ത് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് അരുളിച്ചത് സ്വർഗീയ പിതാവാം ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ അഭിഷിക്തദാസനെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. സോളമൻ ജോർജിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നല്ലോ, അങ്ങയുടെ ദാസനെ ധാരാളമായി അനുഗ്രഹിച്ചാട്ട് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദേശത്ത് മഹിമ കണ്ട സാക്ഷിയായി തണ്ടുമേലിരിക്കുന്ന വിളക്ക് പോലെ അനേകർക്ക് വെളിച്ചം പകരുവാൻ, അനേകർക്ക് ആശ്വാസമായി മാറുവാൻ കർത്താവ് കരങ്ങൾ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വി കെ അശോകനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അവിടുന്ന് പ്രവർത്തിക്കണമേ. ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ഉയർന്നു പൊങ്ങിയ ആമേൻ ചെങ്കടലിനെ വിഭജിച്ച് മറുകര എത്തിച്ച സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ ദാസനെ മുൻപോട്ട് നടത്തേണ്ടതിനായി അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ തോമസ് അബ്രഹാം മാനിപ്പറമ്പിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കണമേ, കുടുംബമായി മാനിക്കണമേ, തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ശത്രുക്കളുടെ മുമ്പാകെ വേഷി ഒരുക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ കരം തന്നെ പിടിച്ചു നടത്തണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ ആഹാബ് ആമേൻ അതേ ഇസബേലും ചേർന്ന് അതേ നാബോത്തിൻ്റെ ആമേൻ അതേ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ ആമേൻ വിലവേഷിയതുപോലെ കർത്താവിൻ്റെ ദാസൻ്റെ ആത്മീയ ആ സന്തോഷത്തെ ഇല്ലാതാക്കുവാൻ വിലവേശുന്ന പൈശാചിക പോരുകൾക്ക് മുമ്പിൽ അത് ജയത്തോടെ മുന്നോട്ട് പോകുവാൻ ഉതകുന്ന ഉയരത്തിലെ അഭിഷേകത്താൽ ഉയരത്തിലെ ശക്തിയാൽ അങ്ങയുടെ ദാസനെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്മിത വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നല്ലോ, അങ്ങയുടെ ദാസിയെയും കുടുംബത്തെയും തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ദൈവം മറുപടി കൊടുത്ത് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുനിൽ തോമസിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനായിരിക്കുന്ന തങ്ങ് സൂക്ഷിക്കണം. ഈ കൊറോണ മഹാമാരി നിമിത്തം അനേക ദുരിതങ്ങളായി അനുഭവിക്കുമ്പോൾ കർത്താവേ, ഇസ്രായേൽ ജനത്തിന് താങ്ങായി തണലായി കൂടെ ഇരുന്ന് അത്ഭുതകരമായി വഴി നടത്തിയ സ്വർഗത്തിലെ ദൈവമേ, ഈ ദിവസങ്ങളിൽ ദാസനെ അവിടുന്ന് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫ്രെഡി ഗ്ലോറിക്കായി പ്രാർത്ഥിക്കുന്നു. സന്തോഷ് പോളിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ കണ്ണ് അവരെ കണ്ട് തീയുടെ ബലത്തെ കെടുത്തി ആമേൻ അതേ എബ്രയ ബാലന്മാരെ ജയത്തോടെ മുമ്പോട്ട് നയിച്ചതുപോലെ ആമേൻ ഈ ദിവസങ്ങളിൽ അവർക്കെതിരായി ഉയരുന്ന എല്ലാ പ്രതികൂലങ്ങളെ അതിജീവിച്ച് അതേ പൂർവാധിക ശക്തിയോടെ മഹിമ കണ്ട സാക്ഷിയായി നിൽപ്പാൻ ഉയരത്തിലെ കൃപയാൽ ഉയരത്തിലെ അഭിഷേകത്താൽ അവിടെ നിറച്ചുകൊള്ളുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ചെറിയവരെയും വലിയവരെയും സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ഇരു കരങ്ങളും തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും ആമേൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ആമേൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി എന്നോട് ചേർന്ന് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതേ പെരുവെള്ളം നിന്റെ മീതെ കവിയാതെ, നദി ആമേൻ നിന്നെ മുക്കിക്കളയാതെ, തീച്ചൂള നിന്നെ ദഹിപ്പിക്കാതെ, തീയുടെ ബലത്തെ കെടുത്തുന്നവൻ ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ആമേൻ ഇന്ന് രാത്രിയിലും നമ്മുടെ കൂടെയുണ്ട്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ അത് കാണും. പ്രൈസ് ദി ലോർഡ്. എന്താ കാണുന്നത്? ദുഷ്ടന്മാർക്ക് വരുന്ന അനർത്ഥങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ. അവയെല്ലാം
കൊടുങ്കാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മോട് കൂടെ ഇരുന്ന് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് ആമേൻ ദൈവമഹത്വം അനുഭവിക്കുവാൻ ഹല്ലേലൂയ കൃപ ലഭിച്ച ദൈവമക്കളെ, സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലും ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ തള്ളി പറയുകയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ യേശു ക്രിസ്തുവിനെ ആമേൻ തള്ളി പറയുകയാണോ? ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഹല്ലേലൂയ കഷ്ടതകൾ വരുമ്പോൾ ആമേൻ പലരും എന്ത് ചെയ്യാറുണ്ട്? കർത്താവിനെ വേണ്ട എന്ന് വെക്കാറുണ്ട്. ആമേൻ. അതെ, ദൈവദാസനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാകുമോ? ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ നമുക്ക് നൽകിയ വേദഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ആമേൻ. അരുമനാഥൻ ഗലീല കടൽപ്പുറത്ത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്നുള്ള സന്ദേശം ഹല്ലേലൂയ അറിയിച്ചപ്പോൾ ആമേൻ ആദ്യം കർത്താവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച അനുഗ്രഹീതനായ അഭിഷിക്തനാണ് ആമേൻ പത്രോസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആമേൻ 30-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു അവനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ, പ്രൈസ് ദി ലോർഡ്, കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അരുമനാഥൻ്റെ ശബ്ദം ഡയറക്റ്റ് കേട്ട് മാനസാന്തരപ്പെട്ട് ആമേൻ കർത്താവിനെ അനുഗമിക്കുവാൻ ആദ്യം കൃപ ലഭിച്ച പത്രോസിൻ്റെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ രാത്രിയിൽ ആമേൻ ഈ രാത്രി നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിലും ഹല്ലേലൂയ നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായ നാഥൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ കഴിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ആമേൻ. ഈ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച അനുഗ്രഹീതനായ അഭിഷക്തൻ സാഹചര്യത്തിൻ്റെ പുറത്ത് ആമേൻ ഒരു ബാല്യക്കാരിത്തിയുടെ മുമ്പിൽ ആമേൻ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിനെ തള്ളിപ്പറഞ്ഞതായി തിരുവചനം എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ രാത്രി ഹല്ലേലൂയ സഹോദരങ്ങളെ, ഈ രാത്രി നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് മുമ്പിൽ നീ കർത്താവിനെ തള്ളി പറയുമോ? ആമേൻ. ഇതുപോലെ ഒരു രാത്രി കർത്താവ് അരുമനാഥൻ ആമേൻ തൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന ഒരു പറ്റം ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അഗ്നിജാലക്കത്ത് കണ്ണുള്ളവനാ, ഭാവിയെക്കുറിച്ച് നന്നായി അറിയുന്നവനാ, ഇന്നലെയും ഇന്നും നാളെയും എന്താകുമെന്ന് നന്നായി അറിയുന്നവൻ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞവൻ, ഉരുവായി തുടങ്ങിയപ്പോഴും നിന്റെ ഓരോ ആമേൻ ശരീര അവയവങ്ങളും വളരുന്നത് അറിയുന്നവൻ. ആമേൻ. നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് ഇന്ന് നീ ആയിരിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയത് വരെ ആമേൻ നിന്നെ നന്നായി അറിയുന്നവൻ. ഇനിയും നാളെ നീ എന്താകുമെന്ന് നിനക്കറിയത്തില്ലെങ്കിലും നിന്നെക്കുറിച്ച് നന്നായി അറിയുന്നവൻ ഇന്ന് രാത്രി നിന്നോട് ഇടപെടുവാൻ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ ഭൂതം ഭാവി വർത്തമാനം ആമേൻ എന്തായി തീരണമെന്ന് ആമേൻ നീ ആഗ്രഹിക്കുമ്പോൾ നിന്നെക്കുറിച്ച് എല്ലാം നന്നായി അറിയുന്ന ദൈവം അവൻ്റെ പദ്ധതിയിലൂടെ അവൻ്റെ ഉദ്ദേശത്തിലൂടെ മുൻപോട്ട് പോകുവാൻ ഇന്ന് രാത്രി വിട്ടുവെച്ച ആലോചന പറഞ്ഞു തരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഹല്ലേലൂയ താല്പര്യമുള്ളവർ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തയാൾ. ഹല്ലേലൂയ. യേശു അവനോട് ഈ രാത്രിയിൽ ആമേൻ ഇന്ന് രാത്രി ആമേൻ നിന്റെ ജീവിതത്തിൽ ആമേൻ ഒരു ടേണിംഗ് പോയിന്റായി മാറുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. അതെ, കൈപ്പേറിയ അനുഭവത്തെ മാധുര്യമാക്കി മാറ്റുവാൻ കഴിയുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, യേശു അവനോട് ഈ രാത്രിയിൽ ആമേൻ കോഴി 2 പ്രാവശ്യം ഹല്ലേലൂയ ആമേൻ അതെ പോകും മുമ്പ് ആമേൻ 3 പ്രാവശ്യം നീ എന്നെ തള്ളിക്കളയും എന്ന് ഞാൻ അതെ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. അതിന് മറുപടിയായി ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാ, അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു.
അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. ആമേൻ. ഇന്ന് ആമേൻ ഡിവേഴ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ സാഹചര്യമാണ്. ആമേൻ. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഓരോ ഭവനങ്ങളിലും ചില ക്രമക്കേടുകൾ നിമിത്തം ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാതെ കോടതികളിലെത്തുന്ന കേസ് വാദിക്കുമ്പോൾ ആമേൻ അമ്മയുടെ കൂടെ മക്കൾ, അപ്പൻ്റെ കൂടെ മക്കൾ, ആമേൻ അതെ രണ്ടുപേരും രണ്ടായി പോകുമ്പോൾ അനാഥരായി മാറുന്ന മക്കൾ, ആമേൻ അരുമനാഥൻ ചങ്കിലെ ചോര ഊറ്റി ആമേൻ വിലയ്ക്ക് വാങ്ങി താൻ ഇരിക്കുന്നിടത്ത് കൊണ്ടിരുത്തുവാൻ എത്രയും വേഗം മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവനെ അനുഗമിക്കുന്ന പലരും അന്ത്യകാലത്ത് അധർമ്മം പെരുകുമ്പോൾ ആമേൻ അതെ വിശ്വാസത്തിൽ നിന്ന് ആമേൻ വ്യതിചലിക്കുമെന്നും ആമേൻ വിശ്വാസ ത്യാഗം സംഭവിക്കുമെന്നും തിരുവചനത്തിൽ വളരെ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയാം, 12 പേര് ആമേൻ അതെ ഗെത്സമനയിൽ ആമേൻ കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുന്നതിന് മുമ്പ് തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആമേൻ ആരെന്ന് ആമേൻ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ഒരുമിച്ച് ആമേൻ അന്ത്യ അത്താഴം കഴിക്കുവാൻ ആമേൻ ഒരുക്കപ്പെട്ട മാളിക ഒരുക്കപ്പെട്ടിരിക്കുന്ന ആമേൻ വിരിച്ചൊരുക്കിയിരിക്കുന്ന ആമേൻ അതെ ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ചിരുന്ന് ആമേൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആമേൻ അതെ ആ ഒടുവിലായി കർത്താവായ യേശു ക്രിസ്തു ആമേൻ തൻ്റെ ഈ ലോക ജീവിത അവസാനിക്കുന്നതിന് മുമ്പ്, ക്രൂശീകരിക്കപ്പെടുന്നതിന് മുമ്പ് ആമേൻ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുന്ന സമയത്ത് ആമേൻ ശിഷ്യന്മാരോട് സംഭാഷിക്കുന്ന സംഭാഷണമാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് ആമേൻ അതെ അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. ആമേൻ. നമുക്കറിയാം ആമേൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ കാർന്നോന്മാരൊക്കെ മരിക്കാറാകുന്ന സമയത്ത് മക്കളൊക്കെ വന്ന് കാണാറുണ്ട്. ഹല്ലേലൂയ. ആ സമയത്ത് അവർ കൂടിയിരിക്കുമ്പോൾ കാരണവരെ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പറയും. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതം ആമേൻ അതെ താൽക്കാലികമായി ആമേൻ അവസാനിപ്പിക്കുവാൻ സമയമായപ്പോൾ ഹല്ലേലൂയ ആമേൻ കൂടെയുള്ള 12 ശിഷ്യന്മാരോടും അവൻ സംസാരിക്കുകയാ. അങ്ങനെ അരുമനാഥൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസ് പ്രതികരിച്ചു. നമ്മളിൽ പലരും അങ്ങനെയല്ലേ? ആമേൻ. ഒന്നാമനായ പത്രോസ് ചാടി എഴുന്നേറ്റ് പറയുകയാണ്, ആമേൻ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന്. ഇങ്ങനെയൊക്കെ ആമേൻ അതെ സംസാരിക്കുന്ന പലരും ആമേൻ സമയമാകുമ്പോൾ ആമേൻ കാലുവാരുന്നതായി പലരും പറയാറുണ്ട്. ആമേൻ വാക്ക് മാറ്റി പറയുന്നതായി പറയാറുണ്ട്. ഇവിടെ ഇതാ ആമേൻ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. ഹല്ലേലൂയ. അവർ ഗെത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാറേ. ആമേൻ. അവൻ ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അതിനുശേഷം ആമേൻ കർത്താവായ യേശു ക്രിസ്തു ആമേൻ അതെ അവരുമായി ഗെത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാറേ. അവൻ ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. ആമേൻ. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ആമേൻ ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. ആമേൻ. കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ പത്രോസ്. ഹല്ലേലൂയ. ആ പത്രോസ് ആമേൻ കൂട്ടിക്കൊണ്ട് ആമേൻ യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ അതെ ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി. ആമേൻ. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായി തീർന്നിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. ആമേൻ. അതെ മുഖത്ത് നോക്കിയുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെത്തവനല്ല, അങ്ങനെ ആകത്തില്ല എന്ന് പറഞ്ഞവനെ കൂട്ടിക്കൊണ്ടുപോയി ആമേൻ അതെ ഉണർന്നിരിപ്പാനായിട്ട് പറയുകയാണ്. ആമേൻ. അതെ ഇന്ന് രാത്രി ആമേൻ അതെ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാൻ കർത്താവ് പറയുന്നു. ആമേൻ. അങ്ങനെ കർത്താവ് പറഞ്ഞപ്പോൾ ഇല്ല കർത്താവേ, ആരെല്ലാം തള്ളിയാലും ഞാൻ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞവനെ കൂട്ടിക്കൊണ്ട് കർത്താവ് ആമേൻ അതെ ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് ആമേൻ കഴിയുമെങ്കിൽ ആമേൻ അതെ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. നോക്കണമേ, അന്ത്യ അത്താഴം കഴിഞ്ഞ് ആമേൻ യേശു കർത്താവ് ആമേൻ അതെ പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് പ്രതികരിച്ചു. അതിനുശേഷം പത്രോസിനെ കൂട്ടിക്കൊണ്ട് യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. കൂടെയുള്ള ശിഷ്യന്മാര് ആമേൻ അതെ നോക്കി നിൽക്കെ അരുമനാഥൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാ. പിതാവേ
ആമേൻ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, നോക്കണമേ, ആമേൻ, ഒരിക്കലും ആമേൻ സംഭവിക്കത്തില്ല, ഒരിക്കലും ആരെല്ലാം തള്ളിയാലും ഞാൻ തള്ളത്തില്ല എന്ന് പറഞ്ഞ് അനുഗമിച്ചവൻ ആമേൻ കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണർന്നിരിപ്പാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് ആമേൻ കർത്താവ് നോക്കുമ്പോൾ ആമേൻ അതെ പത്രോസ് എന്താ ചെയ്യുന്നത്? ആമേൻ അതെ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. ആരെല്ലാം ആമേൻ മാറിപ്പോയാലും, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം പിന്മാറിയാലും ഞാൻ ഒരിക്കലും പിന്മാറത്തില്ല എന്ന് പറഞ്ഞവൻ ആമേൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അരുമനാഥൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ, ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിയുന്നില്ലയോ? ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അരുമനാഥൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. അവൻ്റെ വരവിന് മുമ്പ് ഉണർന്നിരിപ്പാൻ ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുന്നു. ആമേൻ അതെ, ബുദ്ധിയുള്ള 5 കന്യകമാർ ഉണർന്ന് കരുതിയിരുന്നത് കൊണ്ട് മണവാളനോട് കൂടെ എടുക്കപ്പെട്ടു. ഇവിടെ ഇതാ ആമേൻ ഒരു രാത്രി, ഹല്ലേലൂയ, ശീമോനെ നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം അത്രേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ജഡം ബലഹീനമാ, ആമേൻ ആത്മാവോ ഒരുക്കമുള്ളത്. ആമേൻ അതെ, പകലത്തെ ജോലിയുടെ ക്ഷീണവും ആമേൻ കൊറോണ കാരണം വീട്ടിലിരുന്ന് ആമേൻ അതെ ഉറങ്ങിയും മയങ്ങിയും ഒക്കെ ക്ഷീണിച്ചിരിക്കുന്നവർ ഇന്ന് രാത്രി ഈ തിരുവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിങ്ങളോട് പറയുന്നു, അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ആമേൻ. അരുമനാഥൻ ആമേൻ വചനത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്താ പ്രാർത്ഥിച്ചത്. ഇന്ന് രാത്രി ജൽപ്പനം ചെയ്യുന്നവരിലൂടെ അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അരുമനാഥൻ അതെ തന്നെ അനുഗമിച്ച ശിഷ്യന്മാർ ഉറങ്ങിയപ്പോഴും അവൻ പിന്നെയും പോയി, ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ, അവൻ പിന്നെയും പോയി വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ. ആമേൻ അതെ, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പോകട്ടെ. എന്നാൽ താൻ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ തളരാതെ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം തന്നെ ശക്തീകരിക്കുന്ന ദൈവത്തോട് വചനം ചൊല്ലി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി തിരുവചനം ആമേൻ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നീ പ്രാർത്ഥനയോടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഹൃദയമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതെ ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി വചന ചിന്തയ്ക്ക് ആമേൻ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം പ്രാർത്ഥനയ്ക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ആമേൻ ഒരു പക്ഷിക്ക് 2 ചിറകുണ്ടെങ്കിൽ മാത്രമേ അത് പറന്ന് ഉയരുവാൻ കഴിയത്തുള്ളൂ, അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയും ദൈവവചനവും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആമേൻ പാതാള ഗോപുരങ്ങൾ ആമേൻ ജയിക്കയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗങ്ങളായി ശുശ്രൂഷകന്മാരായി ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ ആമേൻ മക്കളെ, ആമേൻ സഹോദര സഹോദരി, കൂടപ്പറപ്പെ, മാതാവേ, അഭിഷക്തനെ, നീ ഒരിക്കലും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ വചനധ്യാനവും പ്രാർത്ഥനയും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് മഹത്വത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അവൻ ഇന്ന് രാത്രി നിന്നെ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. അതെ, യേശു ക്രിസ്തുവിനെ അത് തള്ളിപ്പറയുന്നത് ദൈവരാജ്യത്തിലെ ആമേൻ നിങ്ങളുടെ അവകാശം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായി മാറും. ഹല്ലേലൂയ. ആമേൻ. തന്നെ അനുഗമിച്ച ആമേൻ തൻ്റെ ശിഷ്യനോട് യേശു കർത്താവ് പറയുകയാണ്, നീ
എന്നെ കോഴി 2 പ്രാവശ്യം ആമേൻ കൂകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുമെന്ന്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് വളരെ ശബ്ദമുയർത്തി. ആമേൻ. ഹല്ലേലൂയ. ചിലരങ്ങനെയാ വീട്ടിൽ ആമേൻ എല്ലാവരെക്കാട്ടിലും വലിയ ശബ്ദമെടുത്ത് സംസാരിക്കുന്നവരാ. ഹല്ലേലൂയ. യേശുവിൻ്റെ അരുമ ശിഷ്യനായിരുന്ന പത്രോസ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. ഹല്ലേലൂയ. എനിക്കും എൻ്റെ വീട്ടിൽ അല്പം ഒച്ച കൂടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒച്ചയും ബഹളമൊന്നുമല്ല, സംസാരിക്കുമ്പോൾ ഇച്ചിരി ഒച്ച കൂടുതലാണ്. ഇവിടെ ആമേൻ ഒന്നാമത്തെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് വളരെ ശബ്ദമുയർത്തി എല്ലാവരും തന്നെ തള്ളിപ്പറയുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞപ്പോൾ പത്രോസ് എതിർത്തു. ആമേൻ. യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുമെന്ന് ആമേൻ അവൻ യേശു കർത്താവിൻ്റെ മുഖത്ത് നോക്കി എന്ത് ചെയ്യാണ്? പറയുകയാണ്. ഇതുപോലുണ്ട് ചിലർ. ആമേൻ. ചില കാര്യങ്ങളൊക്കെ പറയുമ്പം എടുത്ത് ചാടി ആമേൻ സംസാരിക്കുന്നവർ. ആമേൻ. മത്തായി സുവിശേഷം 26:35 ആമേൻ നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല? തള്ളി പറയുകയില്ല. ആമേൻ എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും എന്ത് ചെയ്തു? ആരെങ്കിലും ഒരാൾ ആമേൻ പറഞ്ഞാൽ പിന്നെ പുറകെ പെടാന്ന് പറയുന്നവരുണ്ട് അല്ലേ? ആമേൻ. ആത്മപ്രശംസയുടെ കാര്യത്തിൽ പത്രോസ് ഏകനായിരുന്നില്ല. ആമേൻ. സ്വയത്തെ ത്യജിച്ച് ദൈവശക്തിയിൽ ആശ്രയിക്കുവാൻ പ്രാപ്തരാകുന്നതിന് മുമ്പ് ആമേൻ പരിചയിച്ചറിയുവാൻ അവർക്കെല്ലാവർക്കും അപ്പോഴും ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ വാക്കുകൾ സംബന്ധിച്ചുള്ള പത്രോസിൻ്റെ അവിശ്വാസം നോക്കുക. ആമേൻ. അസന്നിഗ്ധമായ അവൻ്റെ ആ തിരസ്കരണം. ആമേൻ. യേശു അറിഞ്ഞിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. പ്രിയമുള്ളവരെ, നിന്നെ നന്നായി അറിയുന്ന ദൈവം പലപ്പോഴും നിന്നോട് തിരുവചനത്തിലൂടെ വ്യക്തമായി സംസാരിക്കുമ്പോൾ ആ വചനത്തിൽ നിന്ന് ആമേൻ നീ വ്യതിചലിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ സാത്താൻ ആമേൻ നിന്റെ അകത്ത് കയറി ആമേൻ നിന്നെ ഞെരുക്കുകയും നിന്നെ ദണ്ഡിപ്പിക്കുകയും ആമേൻ നിന്റെ സന്തോഷത്തെ കെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അതേ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചില അവസരങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന അവിശ്വാസ സംബന്ധമായ ഭോഷത്വത്തിൻ്റെ മറ്റൊരു സൂചനയാണ് ആമേൻ നമുക്ക് ആമേൻ ഈ പത്രോസിൻ്റെ ജീവിതത്തിലൂടെ ആമേൻ ദർശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്ന ദൂത്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ഒരു വാക്കുപോലും നിവൃത്തിയാകാതെ വ്യർത്ഥമായി പോകുകയില്ല എന്ന് നാം ആമേൻ അത് എന്നും മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കുമെന്ന്. ഹല്ലേലൂയ. അവനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ കഷ്ടതയുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു ലോക മനുഷ്യൻ തകർന്നു പോകുന്നത് പോലെ തകർന്നു പോകുവാൻ അനുവദിക്കാതെ അതിനകത്ത് നീക്കുപോക്ക് നൽകി ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ കരം, ആമേൻ, അവൻ്റെ സാന്നിധ്യം, അവൻ്റെ കരുതൽ അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ലൈവിൽ എന്നോടൊപ്പമുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് ആമേൻ അതിരിട്ടവൻ. ഹല്ലേലൂയ. ആകാശത്തെ ആമേൻ വിരിച്ചവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം ആമേൻ കടൽക്കരയിലേക്ക് നോക്കിയിട്ട് എണ്ണി തീർക്കുവാൻ പറ്റുമെങ്കിൽ മണൽത്തരികളെ എണ്ണി തീർത്തോളാൻ പറഞ്ഞു. ആകാശത്തിലേക്ക് നോക്കിയിട്ട് ആമേൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ കഴിയുമെങ്കിൽ എണ്ണി തീർത്തോളാൻ പറഞ്ഞു. അവനെ കൊണ്ട് പറ്റാത്ത നിലവാരത്തിൽ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവൻ, അവനോട് അരുളി ചെയ്ത വാഗ്ദത്തം, അവൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് അവൻ്റെ കാത്തിരിപ്പ് ആമേൻ വൃഥാവാകാതെ അവൻ കേട്ട വാഗ്ദത്തത്തിൻ്റെ നിവർത്തി പദത്തിലേക്ക് എത്തിച്ച ദൈവം ഇന്ന് രാത്രി അതേ നിന്റെ മുഖത്ത് നോക്കി അതേ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തെ
വാഗ്ദത്തത്തെ നിറവേറ്റുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഭൂതം ഭാവി വർത്തമാനം അറിയാകുന്നവൻ ആമേൻ പത്രോസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആമേൻ നീ എന്നെ തള്ളി പറയും. അതേ അടയാള സഹിതം കോഴി 2 വട്ടം കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയും. ആരെല്ലാം തള്ളി പറഞ്ഞാലും ആരെല്ലാം പിന്മാറിയാലും ആമേൻ ഞാൻ പിന്മാറത്തില്ലെന്ന് പറഞ്ഞവൻ ഹല്ലേലൂയ അരുമനാഥൻ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് തന്നെ ആമേൻ അവൻ ഹല്ലേലൂയ അത് നിവൃത്തിയാകത്തക്ക വിധത്തിൽ ആമേൻ ഇടയായി തീർത്തെങ്കിൽ ഇന്ന് രാത്രി തെറ്റുപറ്റത്തില്ല ദൈവത്തിന്. സഹോദര, നിനക്ക് തെറ്റുപറ്റാം, നിന്റെ കാഴ്ചപ്പാട് മങ്ങാം, നിന്റെ ദർശനം ആമേൻ മങ്ങാം, എന്നാൽ ദൈവിക ദർശനത്തിന് ആമേൻ മാറ്റം വരത്തില്ല. ഹല്ലേലൂയ. നിന്നെ ദൈവിക ദർശനത്തിൽ നിന്നും നിന്നെ ദൈവിക കാഴ്ചപ്പാടിൽ നിന്നും നിന്നെ ദൈവിക പദ്ധതിയിൽ നിന്നും സാത്താൻ പറ്റിക്കളയുവാൻ അതേ സാധ്യതയുള്ളത് കൊണ്ട് ആമേൻ അതിനു മുമ്പേ ഹല്ലേലൂയ സ്വർഗം നിന്നോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവിൻ്റെ ഒരു വാക്കുപോലും നിവൃത്തിയാകാതെ വ്യർത്ഥമായി പോകുകയില്ല എന്ന് നാം ആമേൻ എന്നും മനസ്സിലാക്കും. ഹല്ലേലൂയ. നാം ഇതിനോടകം വെളിപ്പെടുത്തിയിട്ടുള്ള ആമേൻ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്വന്തം അഭിപ്രായം ആമേൻ തികച്ചും ആമേൻ വിലകെട്ടതാണെന്ന് നാം ആമേൻ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും ആമേൻ എന്ത് സംരംഭവുമാകട്ടെ ആമേൻ അതെ നാം ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് ആമേൻ 3 വട്ടം ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തോട് ചോദിക്കണം. ആമേൻ പിതാവാം ദൈവമേ ഞാനിത് സംസാരിച്ചാൽ ശരിയാകുമോ? ആമേൻ കർത്താവാം ദൈവമേ പുത്രനാം ദൈവമേ ഞാനിത് സംസാരിച്ചാൽ ശരിയാകുമോ? പരിശുദ്ധാത്മാവാം ദൈവമേ ആമേൻ ഞാനിത് സംസാരിച്ചാൽ ശരിയാകുമോ? ഹല്ലേലൂയ. കുറഞ്ഞത് 3 വട്ടം ആലോചിച്ചിട്ട് വേണം ആമേൻ നാം നമ്മുടെ നാവ് കൊണ്ട് ആമേൻ ഒരു വാക്ക് ഉച്ചരിപ്പാൻ. ഹല്ലേലൂയ. ആമേൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആമേൻ 2 പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളി പറയും. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ അതേ പുത്രനാം ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ അതേ തള്ളി പറയുവാൻ സാധ്യതയുണ്ട്. ആമേൻ ദൈവം മുമ്പാകെ ക്രമക്കേട് കാണിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ആമേൻ അത് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ദൈവമാണെന്നും ഭാവി അറിയുന്നതായും പത്രോസിൻ്റെ ആമേൻ മറുപടി നൽകി കോഴി 2 തവണ അതേ ആമേൻ ഹല്ലേലൂയ കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം അവനെ തള്ളിപ്പറയുമെന്ന് ഹല്ലേലൂയ യേശു കർത്താവ് അവരുടെ മുഖത്ത് നോക്കി പറയുകയുണ്ടായി. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 40-ാം വാക്യത്തിൽ യേശു അവനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. ആമേൻ. മത്തായി സുവിശേഷത്തിൽ നമ്മൾ കണ്ട അതേ വേദഭാഗം തന്നെയാണ് മർക്കോസ് ആമേൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. പത്രോസിൻ്റെ ജീവിതത്തിൽ ഇത് അക്ഷരം പ്രതി നിറവേറുകയാണ്, സംഭവിക്കുകയാണ്. ആ സമയത്ത് ആമേൻ അവൻ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ ആമേൻ നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നുണ്ടോ? അതേ ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി വ്യത്യാസമുള്ള ഒരു ജീവിതം അതേ നയിക്കുമ്പോൾ നാം യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണ്. ആമേൻ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചിട്ട് അവൻ കാണിച്ച മാതൃകയിൽ അവൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ വചനത്തിന് ആമേൻ പ്രാധാന്യം കൊടുത്ത് ജീവിക്കാത്ത വ്യക്തികൾ അവനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ അവനെ കുറിച്ച് ഹല്ലേലൂയ സാക്ഷ്യം വഹിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഹല്ലേലൂയ അവൻ്റെ നാമം ദുഷിക്കപ്പെട്ട വിധത്തിൽ ദുഷ്ടന്മാരുടെ കൂടെ കൂടി പാപികളുടെ കൂടെ കൂടി പരിഹാസികളുടെ കൂടെ കൂടി സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നാം അവനെ ആമേൻ പരസ്യമായി തള്ളിപ്പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ ഹല്ലേലൂയ നമുക്ക് യേശു ക്രിസ്തു ഹല്ലേലൂയ അതേ ജീവനായി ആമേൻ മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ആകാശ മേഘങ്ങളിൽ ആമേൻ അതേ പ്രത്യക്ഷമാകുവാൻ കാലം ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ നാമം എടുക്കപ്പെടണമെങ്കിൽ അരുമനാഥൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. സ്വർഗത്തിൽ വസിക്കുന്ന പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിനായി ഹല്ലേലൂയ
ആളുകൾ അതെ നിങ്ങളിലൂടെ നമ്മളിലൂടെ സുവിശേഷത്തിൻ്റെ വെളിച്ചം കാണട്ടെ. ഇന്ന് രാത്രി അരുമനാഥനെ അനുഗമിക്കുന്ന ആമേൻ ഒരു ശിഷ്യന്റെ ജീവിതത്തിലൂടെ അനേകര് ആമേൻ അരുമനാഥനെ അറിയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസേ, ആമേൻ, നീ ആമേൻ എന്നെ തള്ളിപ്പറഞ്ഞ് ഇരുളിൽ അകപ്പെട്ട് ആമേൻ ജീവിതം നശിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ, നിന്നെ തകർക്കുവാൻ, അതെ നിന്നെ പാറ്റിക്കളയുവാൻ ആമേൻ അതെ ഊടാടി സഞ്ചരിക്കുന്ന ആമേൻ അതെ പിശാചിൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോകാതിരിപ്പാൻ നിന്നോട് ആലോചന പറയുന്ന ആമേൻ സർവശക്തനായ ദൈവത്തോട് മറുതലിക്കാതെ ആലോചനയിൽ വലിയവനായ ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ താണിരിക്കുമെങ്കിൽ തക്ക സമയത്ത് അവൻ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതേ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അതേ സഹോദര, അതേ സഹോദരി, അതേ കൂടപ്പുറപ്പേ, ആരും അറിയാത്ത ആമേൻ ഏതോ ഒരു മൂലയിൽ ആമേൻ നീ ജനിച്ച് അവിടെ ആമേൻ വളർന്ന് അവിടെ നീ തീർന്നു. ഹല്ലേലൂയ. ലോകം അറിയാത്ത നിലവാരത്തിൽ നീ ഒതുങ്ങിപ്പോകാൻ സാത്താൻ അതേ പരിശ്രമിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതോ മുക്കിൽ കിടക്കുന്ന നിന്നെ ക്രിസ്തുവാകുന്ന വെളിച്ചം ആമേൻ നിന്നെ വീണ്ടെടുത്തു. നിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം വെളിച്ചമാക്കി അതെ അയക്കുവാൻ ശക്തനായവനത്രേ നിന്നെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഇന്ന് രാത്രിയിലും ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനം ആമേൻ നിന്നെ കേൾപ്പിച്ച് ആമേൻ കരുന്തിരിയെ ആമേൻ മുറിച്ചു മാറ്റി നിന്നിൽ എണ്ണ പകർന്ന് ആമേൻ നിന്നെ പ്രകാശപൂരിതമാക്കി അനേകർക്ക് ആശ്വാസമായി അനേകർക്ക് അനുഗ്രഹമായി മാറത്തക്ക വിധത്തിൽ അവിടുത്തെ അഭിഷേകത്താൽ നിന്നെ നിറച്ച് ആമേൻ ആ ഗോലിയാത്തിന് നേരെ ആ ദാവീദ് ചെന്ന് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി ആമേൻ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ ആമേൻ അക്കാലത്തായിരുന്നവർ പാടിയത് ഇങ്ങനെയാ, ആമേൻ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമ മഹിമയ്ക്കു വേണ്ടി അന്ധകാര മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി ആമേൻ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഉയരത്തിൽ അഭിഷേകത്താൽ ഇന്ന് രാത്രി നിന്നെ നിറച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ഉയരത്തിലെ കൃപയാൽ ഉയരത്തിൽ അഭിഷേകത്താൽ അതെ നിന്നെ നിറയ്ക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതേ, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു. ആമേൻ. നീ ആമേൻ ഒരു വെളിച്ചമായാൽ, ഹല്ലേലൂയ, അതെ നീ ഒരു അനുഗ്രഹമായാൽ, ആമേൻ നീ ഒരു സമാധാനമായാൽ, നീ ഒരു സന്തോഷമായാൽ, ഹല്ലേലൂയ, അത് അനേകർക്ക് നിന്റെ വീട്ടിലുള്ളവർക്കെല്ലാം അത് അനുഗ്രഹമാകും. ഹല്ലേലൂയ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇരുളിൽ കിടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ആയിരിക്കുന്ന സമൂഹത്തിൽ ആമേൻ ഒരു വെളിച്ചമായി മാറുവാൻ തക്കവണ്ണം അതേ നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവനിൽ നിന്ന് അകലം പാലിച്ച് നീ പിന്മാറി തകർന്നു പോകുവാൻ ദുഷ്ടപിശാച് നിന്റെ മുമ്പിലും ആമേൻ അതെ പത്രോസിന്റെ മുമ്പിൽ ഒരു ബാല്യക്കാരിയെ കൊണ്ടുവന്ന് അവന് ആമേൻ ബാല്യക്കാരുടെ മുമ്പിൽ അരുമനാഥനെ കോഴി കൂകുന്നതിന് മുമ്പ് അതെ 3 വട്ടം തള്ളിപ്പറഞ്ഞതുപോലെ നീയും തള്ളിപ്പറഞ്ഞ് അരുമനാഥനിൽ നിന്ന് അകന്ന് ആമേൻ ആ ഏദനിൽ ആമേൻ പരാജയപ്പെട്ട കുടുംബത്തെ പോലെ ഈ തലമുറയിൽ നീയും കുടുംബമായി പരാജയപ്പെട്ട് അതെ നിത്യദണ്ഡനത്തിനും ആ നിത്യ നരകത്തിനും യോഗ്യരായി ജീവിക്കുന്നത് കാണുവാൻ ദുഷ്ടപിശാച് കണിഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ആമേൻ വിടുവിക്കുന്നവന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനുടെ അതേ അന്ധകാരത്തിൽ കിടന്ന നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാക്കി തീർത്തത് ആമേൻ നീ ഇരുളിൽ തപ്പിത്തടയുന്ന ആമേൻ ഒരു പാപിയെ പോലെ ഒരു ദുഷ്ടനെ പോലെ തകർന്ന് കരഞ്ഞ് ഒതുങ്ങി തീരുവാനല്ല, പിന്നെയോ ജ്യോതിസുകളെ പോലെ പ്രകാശിച്ച് അനേകർക്ക് അനുഗ്രഹമാകുവാനാ, അനേകർക്ക് ആശ്വാസമാകുവാനാ ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടി
കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഹല്ലേലൂയ. അതേ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. ആമേൻ. എന്ത് കണ്ട് മഹത്വപ്പെടുത്തണം? ഹല്ലേലൂയ. അവനെ അനുഗമിക്കുന്ന ഒരു മനുഷ്യൻ്റെ അതേ നല്ല പ്രവൃത്തികളെ കണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, അവനെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് ആമേൻ തിരുവായി മൊഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞത്. ആമേൻ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ആമേൻ. സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹല്ലേലൂയ. ആമേൻ. അതെ, ആർക്കാണ് സ്വർഗരാജ്യം? ഒന്ന്, ആത്മാവിൽ ദരിദ്രരായവർ. ഹല്ലേലൂയ. രണ്ട്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അവർക്ക് ആശ്വാസം ലഭിക്കും. ഇന്ന് രാത്രി ദുഃഖിച്ചിരിക്കുന്നവർ ആണെങ്കിൽ ഹല്ലേലൂയ, നിന്നെ നോക്കി സ്വർഗം പറയുന്നു നീ ഭാഗ്യവാനാണെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതേ, ഏതൊക്കെയോ വിഷയത്തിനകത്ത് ദുഃഖിച്ചിരിക്കുന്ന നിന്റെ ദുഃഖത്തെ ആമേൻ അതേ സന്തോഷമാക്കുവാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി അവൻ്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. നീ ആശ്വാസം പ്രാപിക്കുവാൻ പോകുകയാ. ഇവിടുത്തെ ബിവറേജിൽ കിട്ടുന്ന മദ്യം കൊണ്ടല്ല നീ ആശ്വസിക്കുന്നത്. ആമേൻ. ഇവിടുത്തെ ആമേൻ ലോകത്തിലെ ഏതോ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ഏതോ നന്മയിൽ നിന്നല്ല ദുഃഖിച്ചിരിക്കുന്ന നീ ആശ്വസിക്കുവാൻ പോകുന്നത്. സകല ആശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ അതേ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് രാത്രി അമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി, അപ്പൻ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഒരുവൻ ഉലകത്തിലുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. അവൻ നിന്റെ ഭൂതം ഭാവി വർത്തമാനം അറിയുന്നവനാണ്. ആമേൻ. നിനക്ക് ആമേൻ നിന്റെ നാളെ എന്താകുമെന്ന് അറിയില്ലെങ്കിലും ഉറപ്പില്ലെങ്കിലും ആമേൻ അവസാനത്തുള്ളി രക്തം കാൽവറിയിൽ ഒഴുക്കി നിനക്ക് വേണ്ടി ആമേൻ നിത്യ ജീവൻ അവകാശിയായി മാറുവാൻ അതെ നിനക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്ന ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കളെങ്കിൽ ഇവിടുത്തെ ഗോപുരങ്ങൾക്ക് നിന്നെ തകർക്കുവാൻ കഴിയാത്ത നിലയിൽ പ്രൊട്ടക്ഷനായി അന്ത്യം വരെ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രിയിലും ആമേൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ വരവിന് വേണ്ടി ആമേൻ വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ കോഴി കൂകുന്നതിന് മുമ്പ് അതെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് പറഞ്ഞവൻ്റെ വാക്കിന് മുമ്പിൽ ഇല്ലെന്ന് പറഞ്ഞവൻ തള്ളിപ്പറയത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് പ്രബലപ്പെട്ട് അവനെ നശിപ്പിക്കാൻ നോക്കിയെടുത്തു നിന്ന് ദുഷ്ടപിശാച് അവനെ വിട്ടുകൊടുക്കാതെ അവനെ തിരിച്ചു കൊണ്ടുവന്ന് ദൈവസഭ കീഴിച്ച ലേഖനങ്ങൾ എഴുതിപ്പിച്ച് ഒരു കൂട്ടത്തെ നിത്യതയ്ക്ക് വേണ്ടി ഉരുവാക്കുവാൻ ഉപയോഗിച്ച ദൈവം ഇന്ന് രാത്രി താങ്കളെയും ഉപയോഗിക്കുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ ആ ഉയരത്തിൽ അഭിഷേകം ചലിക്കുകയാ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഒരിക്കൽ ആമേൻ അതെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ആമേൻ കുരുത്തം കെട്ടവനെ ആമേൻ നീ എന്നെ തള്ളി പറഞ്ഞില്ലേടാ എന്നല്ല കർത്താവ് പറഞ്ഞത്. ആമേൻ അതേ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നാഥ, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കുരുത്തം കെട്ടവനെ, അനുസരണം കെട്ടവനെ നല്ല പറഞ്ഞത്. ആമേൻ. ആഴത്തിലേക്ക് ഇറക്കി വലവിഷ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നിരാശപ്പെട്ടിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന നിന്റെ അവസ്ഥകളെ കണ്ടുകൊണ്ട് അരുമനാഥൻ നീ ആയിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ഒന്ന് ആഴത്തിലേക്ക് നീ ഒന്ന് വലയിറക്കാമെങ്കിൽ നാദാ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് വലയിറക്കി ദുഃഖിച്ചിരുന്ന പത്രോസിന്റെ ആമേൻ വല അതേ നിറച്ച് ആമേൻ ഹല്ലേലൂയ വലിച്ചു കോരത്തക്ക വിധത്തിൽ ആഴിയുടെ ഉറവയെ തുറന്ന് മത്സ്യത്തെ കൊടുത്തവൻ ആമേൻ ചെറുപടകിലായിരിക്കുന്നവർക്കും വീതിച്ചു കൊടുക്കുവാൻ ആമേൻ സമൃദ്ധിയുടെ അനുഭവത്തെ കൊടുത്തവൻ ഇന്ന് രാത്രി നിന്റെ നിരാശ കണ്ടുകൊണ്ട് നിന്റെ ദുഃഖം കണ്ടുകൊണ്ട് നീ ആയിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാ. അവൻ്റെ ശബ്ദം കേട്ട് ആമേൻ വലയിറക്കാമെങ്കിൽ നിശ്ചയമായും നിന്റെ ദുഃഖത്തെ അതേ നൃത്തമാക്കത്തക്ക വിധത്തിൽ സന്തോഷമാക്കത്തക്ക വിധത്തിൽ നിന്നോടൊപ്പം ആഹ്ലാദിക്കുവാൻ ഒരു കൂട്ടത്തെ ആമേൻ എഴുന്നേൽപ്പിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനാ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് കാണുന്നത് ഇങ്ങനെയാണ്. ആമേൻ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ഹല്ലേലൂയ. ഭൂമിയെ അവകാശമാക്കും. ആമേൻ. ചില അവകാശങ്ങൾ ആമേൻ പ്രാപിക്കുവാൻ കഴിയാതെ ആമേൻ സൗമ്യത
സൗമ്യതയില്ലാതെ കണ്ട് നിന്നെ കോപമുള്ളവനാക്കി, ഹല്ലേലൂയ, നിന്നെ ദേഷ്യമുള്ളവനാക്കി. ആമേൻ. ദൈവ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടാതിരിക്കുവാൻ ദുഷ്ടപിശാച് നിന്റെ അകത്തടത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെ വെളിപ്പെടുത്തി ആമേൻ നിന്നെ തകർക്കുവാൻ പദ്ധതിയിടുമ്പോൾ നിന്നെ സൗമ്യതയുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് അതേ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും മതിവരാത്ത നിലയിലുള്ള ഒരു വിശപ്പ്, ഒരു ദാഹം ആമേൻ നിന്റെ അകത്തുണ്ടെങ്കിൽ, എന്തിനു വേണ്ടി? നീതിക്ക് വേണ്ടി. ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ആമേൻ. ഒരു വിശപ്പ് നിന്റെ അകത്തുണ്ടെങ്കിൽ ആമേൻ നീ ഭാഗ്യവാനാ, നിനക്ക് തൃപ്തി വരും. ഹല്ലേലൂയ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇന്ന് രാത്രി ചില നീതി നിമിത്തം, അതെ, നീ രക്ഷിക്കപ്പെട്ടത് നിമിത്തം, നീ സ്നാനപ്പെട്ടത് നിമിത്തം, നീ കർത്താവിനെ അറിഞ്ഞത് നിമിത്തം, ആമേൻ, നിന്റെ പ്രിയപ്പെട്ടവർ ചില ക്രമക്കേടിനകത്ത് അകപ്പെട്ട് നിനക്കെതിരെ അതേ ശബ്ദമുയർത്തി ആമേൻ നിന്നെ വേദനിപ്പിക്കുന്നെങ്കിൽ, നിന്നെ ഉപദ്രവിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി നിന്നെ നോക്കി സ്വർഗം പറയുക, നീ ഭാഗ്യവാനാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതേ, കള്ളനാണ്, കൊലപാതകനാണ്, ആമേൻ, കൊള്ളരുതാത്തവനാണ്, വഴക്കാളിയാണ്, ആമേൻ, അവൻ ശരിയല്ല, ഇത്യാദി കാര്യങ്ങൾ നിന്റെ കാതിൽ കേൾക്കേ, അതെ, നിന്നെ സമൂഹത്തിൽ തേജോവധം ചെയ്ത, നിന്നെ ഒതുക്കാൻ, നശിപ്പിക്കാൻ, തകർക്കാൻ ഒരു കൂട്ടം പ്രബലപ്പെടുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം നിന്നെ നോക്കി പറയുക, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ. ഈ ഭാഗ്യകരമായ അനുഭവത്തിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അയ്യോ, അവരെന്നെ കളിയാക്കുന്നു, അവരെന്നെ വേണ്ടാതീനം പറയുന്നു, അവരെനിക്ക് വേണ്ടി ആമേൻ അതെ പലരെയും കൂട്ടുപിടിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ആമേൻ എന്നെ സ്നേഹിക്കേണ്ട എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ നന്മ അനുഭവിക്കുന്ന പലരും എനിക്കെതിരെ ആമേൻ ശബ്ദമുയർത്തുമ്പോൾ, കളവ് പറയുമ്പോൾ, പഴിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാ. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ലോകത്തിൽ ധനവും മാനവും പ്രതാപവും ഉണ്ടായിട്ട് ആമേൻ ദുഷ്ടനും പാപിയും ആമേൻ അതെ പരിഹാസിയുമായിരിക്കുന്നവർക്കല്ല സ്വർഗരാജ്യം അതെ അവകാശമായി ലഭിക്കുവാൻ പോകുന്നത്. ഇന്ന് രാത്രി നല്ലൊരു അവകാശം നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. അത് എത്രയും വേഗം പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. മുകളിൽ അതേ കണ്ടിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ഏതാ ലിസ്റ്റ്? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, ആമേൻ അതേ സമാധാനമുണ്ടാക്കുന്നവർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഭൂമിക്ക് ആത്മീയ വെളിച്ചം പകരുവാനുള്ള ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടികളാണ് ഇവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയത് കഴിഞ്ഞു പോയെന്ന് സകലതും പുതുതായി തീർന്നിരിക്കുകയാണ്. ഭൂമിക്ക് ആത്മീയ വെളിച്ചം പകരുവാനുള്ള ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടികളാണിവർ. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു ആ വെളിച്ചമായിരുന്നു. അവൻ സൗമ്യതയുള്ളവനായിരുന്നു. ആമേൻ. അവൻ സമാധാനമുണ്ടാക്കുന്നവനായിരുന്നു. അവൻ ഹൃദയശുദ്ധിയുള്ളവനായിരുന്നു. അവൻ കരുണയുള്ളവനായിരുന്നു. അവൻ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവനായിരുന്നു. അവൻ ദുഃഖിക്കുന്നവനായിരുന്നു. അവൻ ആത്മാവിൽ ദരിദ്രനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, പഴിയും ദുഷിയും ഒക്കെ സഹിച്ചവനായിരുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. ആമേൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ
അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. പ്രിയമുള്ളവരെ, ആമേൻ, ഇന്ന് രാത്രി ചില ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ചില വേദനകളിലൂടെ കടന്നു പോകുന്നവർ, ഈ വേദന മാറ്റിത്തരണമേ, ഈ കഷ്ടത മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി സന്തോഷിക്കാൻ തയ്യാറാകുക. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാക കൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. കരഞ്ഞാവലാതിപ്പെട്ട് ഒതുങ്ങി സമയം പോക്കാതെ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കാരണം ഭൂമിക്ക് ആത്മീയ വെളിച്ചം പകരുവാനുള്ള ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായി താങ്കൾ മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ഹല്ലേലൂയ. അത് ഇരുളിൽ തപ്പിത്തടയുന്ന ഒരു വ്യക്തിയെ പോലെ താങ്കളാകാതെ താങ്കളുടെ പട്ടണത്തിൽ, താങ്കളുടെ കുടുംബത്തിൽ, താങ്കളുടെ സഹോദരങ്ങളുടെ മുമ്പിൽ, താങ്കളുടെ ശത്രുക്കളുടെ മുമ്പിൽ താങ്കൾ ഒരു വെളിച്ചമായി, അനുഗ്രഹമായി, ആശ്വാസമായി, ആനന്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് യേശു ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ ആമേൻ, പിൻഗമിക്കുന്നവർ, ഹല്ലേലൂയ, അവനെ അനുഗമിക്കുന്ന, അവനെ പിൻഗമിക്കുന്ന ഓരോരുത്തരും വെളിച്ചത്തിൻ്റെ മക്കളാണ്. ആയതിനാൽ അവരിലുള്ള അവൻ്റെ വെളിച്ചത്താൽ അവരെന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പ്രകാശം പരത്തുന്നവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച ദൈവത്തിൻ്റെ ജനമേ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം, ആമേൻ, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതെ, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം അതെ നിങ്ങളുടെ ആമേൻ ദാസന്മാർ എന്നും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആമേൻ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് ഹല്ലേലൂയ അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ആ ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുകയാ? പ്രകാശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്രകാരം ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. അതെ, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ആമേൻ ഇരുളിനുമുള്ളവരുമല്ല. പിന്നെ ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതെ, ഇന്ന് രാത്രി ആമേൻ ഉണർന്ന്, ഹല്ലേലൂയ, ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. ആമേൻ. അരുമനാഥൻ, ഭൂതം ഭാവി വർത്തമാനം അറിയുന്നവൻ, ആമേൻ, പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും, കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. ഇല്ല കർത്താവേ, കർത്താവ് പറഞ്ഞത് സംഭവിച്ചു. എന്നാൽ അരുമനാഥൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അനുതപിച്ചപ്പോൾ അവനെ ചേർത്ത് നിർത്തി ദൈവസഭയുടെ അനുഗ്രഹീതനായ ശുശ്രൂഷകനാക്കി അഭിഷക്തനാക്കി മാറ്റിയതുപോലെ ആമേൻ, ഇന്ന് രാത്രി താങ്കളെയും ദൈവം ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ മാർവോട് ചേർത്ത് നിർത്തി അവിടുത്തെ അഭിഷേകത്തെ പകർന്ന് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആത്മാവിൻ്റെ പകർച്ചയെ നിന്റെ മേലും പകർന്ന് ആമേൻ ശിഷ്ടായുസ് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആമേൻ ലോകത്തിൻ്റെ അറ്റത്തോളം മഹിമ കണ്ട സാക്ഷിയായി അനേകർക്ക് ആശ്വാസവും അനേകർക്ക് അനുഗ്രഹവും അനേകർക്ക് വിടുതലും അനേകർക്ക് സൗഖ്യവും നൽകുന്ന ഒരഭിഷക്തനായി അഭിഷക്ത കുടുംബമായി നിത്യത വരെ
വരെ ആമേൻ എത്തിക്കുവാൻ ശക്തനായവൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആകയാൽ പത്രോസിനെ പോലെ ഹല്ലേലൂയ, നാഥാ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു വലയിറക്കിയ പത്രോസിൻ്റെ നിരാശയെ മാറ്റി സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച് ഹല്ലേലൂയ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. കർത്താവ് വരാൻ സമയമാഗതമായി. ആമേൻ. ഉറങ്ങിപ്പോയ ആമേൻ അതേ 5 കന്യകമാരെ പോലെ തള്ളപ്പെട്ടു പോകാതെ ഉണർന്നിരുന്ന് ആമേൻ വിളക്കിനോടുകൂടെ എണ്ണ കരുതി ആമേൻ അതേ ഉണർന്നിരുന്ന കന്യകമാർ അതേ മണവാളനോടുകൂടെ എടുക്കപ്പെട്ടതുപോലെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങളേവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലൂടെ അവിടുന്ന് ഞങ്ങളോട് ആമേൻ അവിടുത്തെ വചനത്തിലൂടെ സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല ഉപദേശങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. ഒരിക്കലും അങ്ങയെ വിട്ടുപിരിയാതെ അങ്ങയെ നിഷേധിക്കാതെ ഹല്ലേലൂയ ആമേൻ അവിടുത്തെ ആ മരണത്തോട് ഏകീഭവിച്ച് ഹല്ലേലൂയ അവിടുത്തെ ആ പുനരുത്ഥാനത്തിൽ ഹല്ലേലൂയ ഏകീഭവിച്ച് അവിടുത്തെ ആ സ്വർഗാരോഹണം ഹല്ലേലൂയ അതേ ആമേൻ അത് ആ മരണത്തെക്കുറിച്ച് ആമേൻ ആ പുനരുത്ഥാനത്തെക്കുറിച്ച് ആ സ്വർഗാരോഹണത്തെക്കുറിച്ച് ഉള്ള യഥാർത്ഥ ആ അർത്ഥം ആ ആഴം ഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവേ അവിടുത്തെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവിടുന്ന് ഞങ്ങളെക്കുറിച്ചുള്ള ആ വാഗ്ദാനങ്ങൾ പ്രാപിച്ചുകൊണ്ട് ആ വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ട് അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി പ്രകാശമായി മാറത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി വചനം കേട്ട് സമർപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ചൊല്ലി പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ആ വിദ്വാൻമാർക്ക് ആ നക്ഷത്രം വഴികാട്ടിയായി മാറിയതുപോലെ അനേകർക്ക് വഴികാട്ടിയായി മാർഗനിർദ്ദേശമായി കർത്താവെ ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. നീതി നിമിത്തം ഉപദ്രവിക്കുന്നവർ ഹല്ലേലൂയ ഭാഗ്യവാന്മാരാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാരാണ്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കർത്താവെ ഇന്ന് രാത്രി ആ സ്വർഗത്തിലുള്ള ആ പ്രതിഫലം വലുതാകൊണ്ട് അത് സന്തോഷിക്കുവാനിടയാകത്തക്ക വിധത്തിൽ ഉയരത്തിലെ കൃപയാൽ ഉയരത്തിലെ ശക്തിയാൽ എല്ലാവരെയും നിറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ആരെങ്കിലും രോഗികളായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരും രോഗികളായി ദുഃഖിതരായി ക്ഷീണിതരായി തീരാതെ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടായിരിക്കാൻ സ്വർഗം കൃപ ചെയ്താട്ട്. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. അങ്ങ് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ കർത്താവേ, ദുഃഖിച്ചിരിക്കുന്നവർ ഹല്ലേലൂയ സന്തോഷിക്കുവാൻ ഇടയാകട്ടെ കർത്താവേ. ഇന്ന് രാത്രി സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ആമേൻ. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചതിനായി നന്ദി. ആമേൻ. ജനത്തെ അവിടുന്ന് ആശീർവദിക്കുന്നതിനായി സ്തോത്രം. സുഖകരമായ നിദ്ര എല്ലാവർക്കും കൊടുക്കണമേ. ഈ രാത്രിയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ആമേൻ, ഭവനത്തിൽ വിശ്രമിക്കുന്നവർ, ആമേൻ, യാത്രയിലായിരിക്കുന്നവർ എല്ലാവരെയും അങ്ങ് സൂക്ഷിച്ചാട്ട് പരിപാലിച്ചാട്ട് ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി കൂടെ ഇരുന്നാട്ട് കർത്താവെ ഇന്ന് രാത്രി വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആത്മാവ് ദർശനങ്ങൾ കൊടുക്കണം, ആലോചനകൾ കൊടുക്കണം, അരുളപ്പാടുകൾ കൊടുക്കണം. അടുത്ത പ്രഭാതത്തിൽ ആമേൻ ഇരുളിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് പറയത്തക്ക വിധത്തിൽ ഓരോ വ്യക്തികളെയും അങ്ങ് രൂപാന്തരപ്പെടുത്തി അവിടെ ഉപയോഗിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
അടിയങ്ങൾക്കായി കാൽവറി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. അമേൻ, അമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, ആമേൻ, നിങ്ങളുടേതായ ആമേൻ അതെ ആ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹവും ഇന്നത്തെ വചന സന്ദേശം അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ആമേൻ, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ ആമേൻ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുവാൻ മറന്നു പോകരുത്. ഒരാത്മാവ് ഭൂലോകത്തേക്കാൾ വിലയുള്ളതാ. ഒരുപക്ഷെ നിങ്ങളുടെ ഷെയർ കൊണ്ട് ഒരു വ്യക്തി ആമേൻ മനം തിരിഞ്ഞേക്കാം, ഒരു പാപി മാനസാന്തരപ്പെട്ടേക്കാം. സ്വർഗത്തിൽ ആമേൻ എല്ലാറ്റിനും പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ മാത്രമല്ല ഇവിടെയുമുണ്ട്. ആമേൻ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. ആമേൻ. ഇന്ന് രാത്രി പ്രാരംഭം മുതൽ ഈ സമയം വരെയും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ആമേൻ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ഇതിൻ്റെ ഡാറ്റയുടെ ക്രമീകരണം ചെയ്ത ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാം. സ്നേഹതീരം പ്രയർ സെൻറ്റർ അനുദിന ചിന്ത ഫേസ്ബുക്കിൽ ആമേൻ ആമേൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ സുഹൃത്തുക്കളായിരിക്കുന്നവർ ആമേൻ അതേ സന്ദേശം അനുഗ്രഹമായി തീർന്നെങ്കിൽ അത് ഷെയർ ചെയ്യുക. ആമേൻ അതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ആമേൻ അതെ നാളെ രാവിലെ 10 മണിക്ക് ആമേൻ ദിനവും യേശുവൻ കൂടെ എന്നുള്ള ഫേസ്ബുക്ക് പേജിലൂടെ ആമേൻ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ അതിൻ്റെ അഡ്മിൻ ആമേൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ 10 മണിക്ക് ആമേൻ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദിനവും യേശുവൻ കൂടെ എന്നുള്ള ആമേൻ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവനാമ മഹത്വത്തിനായി ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം അനുവദിച്ചാൽ ആമേൻ 26-ാം തീയതി രാവിലെ 10 മണിക്ക് കർത്താവിൻ്റെ ദാസി ഷീജ ഷിജു ദിനവും യേശുവൻ കൂടെ എന്നുള്ള ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഗോഡ് ബ്ലസ് യു. ശുഭരാത്രി.